മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വട ഉണ്ടാക്കാമേ. ഞാനിത് വടപ്പരിപ്പല്ല, സാമ്പാറൊക്കെ വയ്ക്കുന്ന പരിപ്പില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 2 മണിക്കൂർ കുതിർത്ത് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 6 വറ്റൽമുളക്, ഒരു ഇച്ചിരി ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തുവരം പരിപ്പിനെ ഒന്ന് മിക്സിയുടെ ജാറിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് പഞ്ഞിയായിട്ട് അരയ്ക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടെ എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. എന്നിട്ട് നമുക്ക് ഈ മിശ്രിതത്തിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് ഞാൻ ഒരു 3/4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കളർ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ കാശ്മീരി മുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് മറ്റേ മുളക് പൊടി ഇടാം. പക്ഷേ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളകിൻ്റെ എണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ എരി ഇച്ചിരി കൂടി. ഇതിനെ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി കയ്യിൽ ഇച്ചിരി വെള്ളം തൊട്ട് നമുക്ക് വടയുടെ പാകത്തിന് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിലോട്ട് നമുക്ക് പിന്നെ പരത്തി ഇതിനെ പാത്രത്തിനകത്തോട്ട് വയ്ക്കാം. എല്ലാ മാവും എടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ പരത്തി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ എളുപ്പമാണല്ലോ. എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിത് ഇടാൻ നേരത്ത് ഫ്ലെയിം ഒന്ന് നല്ല കൂട്ടി വെച്ചിട്ട് ചെയ്യണേ. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം തിരിച്ച് മറിച്ചു വിട്ട് നല്ല ക്രിസ്പിയായി കിട്ടുന്നത് വരെ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇത് നല്ല മൊരിഞ്ഞ് വരും. ഞാൻ ഇതിനകത്ത് കായപ്പൊടി ഇട്ടത് കാണിച്ചില്ല, കായപ്പൊടിയും കൂടി ഇടും കേട്ടോ. കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിനകത്തോട്ട് കോരി വയ്ക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാക്കി പിന്നെ മിശ്രിതവും കൂടി ഇതിനകത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. എനിക്കതിൽ 11 വട ഉണ്ടാക്കാൻ പറ്റിയേ. എനിക്ക് 11 വട കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാ മാവും ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കിയിട്ട് വരാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് സാമ്പാർ പരിപ്പാണെന്ന് പറയത്തേയില്ല, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെ വേറൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.